സ്റ്റാൻഡേർഡ് 9 കുട്ടികളും പാരൻസും ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ R1 പുതിയ ടെക്സ്റ്റ് ഉണ്ടല്ലോ, ഇംഗ്ലീഷിന്റെ R1 ടെക്സ്റ്റ്, അതിൽ ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻ ബാങ്കിന്റെ PDF എല്ലാ കുട്ടികൾക്കും ഫ്രീ ആയിട്ട് കിട്ടുന്ന രീതിയിൽ അത് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. 9ാം ക്ലാസ്സിലെ കുട്ടികളുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് പുതിയ സ്കീം അനുസരിച്ചാണല്ലോ, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെയും നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കിനെയും ബേസ് ചെയ്തുകൊണ്ടുള്ള കോമ്പിറ്റൻസി ബേസ്ഡ് ക്രിട്ടിക്കൽ അനാലിസിസ്, ഈ ഉള്ള ക്വാളിറ്റീസ് എല്ലാം ടെസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഈ കൊല്ലം മുതൽ ചോദിക്കാൻ പോകുന്നത്. അതിപ്പോൾ പുതിയ ടെക്സ്റ്റ് 9th ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്കിലും എല്ലാ ക്ലാസ്സിലെയും ക്വസ്റ്റ്യൻസ് ഈ NCF ഫ്രെയിംവർക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് കാണാതെ പഠിക്കാൻ പറ്റില്ല, നമ്മൾ തിങ്ക് ചെയ്ത് അനലൈസ് ചെയ്ത് നമ്മൾ എഴുതണം. അപ്പം അതിന് നല്ല പ്രാക്ടീസ് ആവശ്യമുണ്ട്. അപ്പം നമുക്ക് കാണാതെ പഠിച്ച് ഇനി എഴുതാൻ പറ്റില്ല, പക്ഷെ നമുക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റും. അത് മനസ്സിലാക്കി നമ്മുടെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് ലോജിക് ഉപയോഗിച്ച് വേണം നമ്മൾ ഇനി ആൻസേഴ്സ് എഴുതാൻ. അപ്പോൾ അതിന് നല്ല പ്രാക്ടീസ് ആവശ്യമുണ്ട്. വെറുതെ നമ്മളിപ്പോൾ ടെക്സ്റ്റും ക്വസ്റ്റ്യൻ ആൻസേഴ്സും പഠിച്ചാൽ നമുക്കത് എഴുതാൻ പറ്റില്ല. ആ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നിങ്ങൾ തുടക്കം മുതൽ തന്നെ ഓരോ ചാപ്റ്റർ ബേസ് ചെയ്തുള്ളത് ചെയ്ത് പഠിക്കണം. അപ്പോൾ അതിന് ഇവിടെയാണ് നിങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ള കാര്യം ഞാൻ പറയാൻ പോകുന്നത്. R1 ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻ ബാങ്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് അവൈലബിൾ ആയിട്ടുണ്ട്. സ്കൂളുകളിൽ അതിനുള്ള ഒരു മെസ്സേജ് പോയിട്ടുണ്ട്, കുട്ടികൾക്ക് ഇത് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ഇത് കൊടുക്കണം എല്ലാ ടീച്ചേഴ്സും. നിങ്ങൾക്ക് ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചേഴ്സിനോട് ചോദിക്കാം, ഇത് ഫ്രീ ആയിട്ട്. അതായത് നിങ്ങൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള ബുക്സ് ഒന്നും വാങ്ങിച്ച് കഷ്ടപ്പെടേണ്ട പാരൻസ്, ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം, ഇത് ഫ്രീ ആയിട്ട് പ്രിന്റ് ചെയ്യാം, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അത് ചാപ്റ്റർ ഞാനത് നോക്കി, അപ്പോൾ ഓരോ ചാപ്റ്ററിനെയും ബേസ് ചെയ്തുകൊണ്ടുള്ള ഇപ്പോഴത്തെ പുതിയ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പ്രളയം തന്നെ അതിനകത്തുണ്ട്. അപ്പോൾ അതെല്ലാം ചെയ്ത് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. അത് ഇപ്പോൾ 10th സ്റ്റാൻഡേർഡിലും എല്ലാം ഈ ഒരു പാറ്റേൺ ആണ്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ IASനും ഒക്കെ ചോദിക്കുന്ന അതേ പാറ്റേണിലാണ് ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ബാങ്കിന്റെ ലിങ്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഇതിന്റെ ലിങ്ക് ആവശ്യമുള്ളവർ പ്ലീസ് എനിക്ക് ഡയറക്റ്റ് ആയിട്ട് മെസ്സേജ് ചെയ്യുക, പിന്നെ എൻ്റെ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുകയും കൂടി ചെയ്യാം. ഓക്കെ, ഇനി ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ആ ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങളെ ഉടൻ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം കേട്ടോ, ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻസ്. ബൈ.